ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒന്ന് കറങ്ങാൻ പോവാം കേട്ടോ. എവിടേക്കാണെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. സാധാരണ നമ്മൾ ഈ ഒരു റോട്ടിൽ കൂടെ ഒരുപാട് ദൂരം ഇങ്ങനെ ചുമ്മാ പോകുന്നത് പതിവാണ്. നമുക്ക് നല്ല ഇഷ്ടമാണ് ഈ ഒരു യാത്ര പോകുന്നത്. നമ്മുടെ തമിഴ്നാടിൻ്റെ റോഡ് കാണാൻ നല്ല രസമല്ലേ. ഇറങ്ങിയപ്പോൾ തന്നെ 11 മണിയായിട്ടുണ്ട്. പിന്നെ എന്നയുടെ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാറായി. +1 ക്ലാസ് തുടങ്ങാറായിട്ടുണ്ട്. അപ്പം എന്തായാലും ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ആദ്യം നമ്മൾ വിചാരിച്ചത് പത്മനാഭപുരം കൊട്ടാരത്തേക്ക് പോകാമെന്നാണ്. പക്ഷെ അവിടെ ലഞ്ച് ബ്രേക്ക് ആയതുകൊണ്ട് നമുക്ക് പിന്നെ അവിടെ പോകാൻ പറ്റില്ല. ഈ ഭാഗത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ശ്രീ ഗൗരി ശങ്കർ എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് വന്ന് ഫുഡ് കഴിക്കാറ്. അവിടെ ആകുമ്പോൾ നമുക്ക് വയറിന് കംപ്ലയിൻ്റ് ഒന്നും വരാറില്ല. എപ്പോഴും നമ്മൾ ഇവിടെ തന്നെ വന്ന് കഴിക്കാറ്. എല്ലാവരും ചോറ് കഴിച്ചു. പിന്നെ അന്നയ്ക്ക് ചോറിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് അവൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുക ചെയ്യാറ് കേട്ടോ. അപ്പോൾ കൈ പൊള്ളിയതിൻ്റെ എക്സ്പ്രഷനാണ് കണ്ടത്. ആദ്യം പത്മനാഭപുരം കൊട്ടാരം കാണാമെന്നാണ് കരുതിയത്. പിന്നെ അവിടെ ലഞ്ച് ബ്രേക്ക് ആയതുകൊണ്ട് ഇനി 2 മണിക്കൂറും കൂടി കഴിഞ്ഞിട്ട് അവിടെ തുടങ്ങുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ വെറുതെ സമയം കളയേണ്ടാന്ന് വെച്ചെങ്കിൽ പോകുന്നേ. പിന്നെ നമ്മൾ കാറ്റാടി മലയിൽ കാണാനായിട്ട് പോയത്. നമുക്കവിടെ മുകളിലോട്ടൊന്നും അധികം കയറാൻ പറ്റിയില്ല. നിറച്ച് കുരങ്ങന്മാരാണ്. അന്നെ ഇത് കണ്ടപ്പോൾ തന്നെ മോങ്ങാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല കുരങ്ങന്മാരൊക്കെ നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അവൾക്ക് മാത്രമല്ല എനിക്കും പേടി തന്നെയാണ് ഇത്തരം സംഭവങ്ങളൊക്കെ. അപ്പം നമുക്ക് അധികം സമയമൊന്നുമില്ല. കുറച്ച് നേരം പള്ളിയിലൊക്കെ ഇരുന്നിട്ട് നമ്മളിങ്ങ് പെട്ടെന്ന് ഇറങ്ങി. നല്ല കാറ്റായിരുന്നു കേട്ടോ. ഈ ഒരു റോഡിലൂടെയുള്ള യാത്ര നമുക്ക് ഒരുപാട് ഇഷ്ടം കേട്ടോ. നമുക്ക് എത്ര വന്നാലും ബോറടിക്കില്ല. കണ്ടിരിക്കാൻ എനിക്കൊക്കെ അങ്ങനെ പുറത്തിറങ്ങണമെന്നൊന്നുമില്ല. വണ്ടിയിലിരുന്ന് തന്നെ കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മുടെ നാട്ടിലുള്ളതിനേക്കാളും കൂടുതൽ തെങ്ങിൻ തോപ്പും അതുപോലെ തന്നെ കണ്ടോ പുഴയും പാടവും ഒക്കെ കൂടുതലായിട്ട് അവിടെ ഉണ്ട്. കാണാൻ നല്ല രസമാണ്. പിന്നെ നമ്മുടെ തോവാളയുണ്ടല്ലോ, തോവാള പൂക്കൃഷിയൊക്കെയുള്ള സ്ഥലം, അതിൻ്റെ അടുത്തൂടെയൊക്കെ നമ്മൾ പോകുന്നത്. നമുക്ക് അധികം കൃഷിയൊന്നും കാണാൻ പറ്റില്ല. കുറച്ച് നമ്മുടെ ജമന്തി പൂക്കളൊക്കെ കുറച്ച് നട്ടിരിക്കുന്നത് കണ്ടു. എനിക്ക് തോന്നുന്ന ഉൾഭാഗത്തേക്ക് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ കാണാൻ പറ്റുമായിരുന്നായിരിക്കും. അവിടുത്തെ ഒരു കുന്നും മലയൊക്കെ കാണാൻ നല്ല രസമാട്ടോ. നമുക്ക് അകത്തിരിക്കുമ്പോൾ തോന്നും, വണ്ടിയുടെ അകത്തിരിക്കുമ്പോൾ തോന്നും പുറത്തിറങ്ങിയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കണമെന്ന്. പക്ഷേ പുറത്തിറങ്ങാൻ പറ്റില്ല, അത്ര ചൂടാണ്. നമ്മൾ ഇതിന് മുൻപ് വന്നപ്പോൾ പോലും കരിക്കിനൊക്കെ നല്ല വില കുറവായിരുന്നു. 20 രൂപ 30 രൂപയ്ക്കൊക്കെ കരിക്ക് കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഇച്ചിരി വില കൂടി കേട്ടോ. 55 രൂപ 60 രൂപയ്ക്കായിരുന്നു കരിക്കിൻ്റെ വില. നമ്മൾ ഈ ഒരു പോക്ക് നേരെ കന്യാകുമാരി എത്തിയിട്ടുണ്ട്. അല്ലെങ്കിലും കന്യാകുമാരി വരെ തന്നെ എത്താറുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഈ കന്യാകുമാരിയിലെ മറ്റേ വിവേകാനന്ദ പാറയുണ്ടല്ലോ, അവിടേക്കൊന്നും പോകാറില്ല. ഒരു പ്രാവശ്യം ബോട്ടിലൊക്കെ പോയിട്ട് സീനായിരുന്നു. അതുകൊണ്ട് പിന്നെ പേടിയാണ്, അതുകൊണ്ട് പോകാറില്ല കേട്ടോ. നല്ല കാറ്റാണ്. ഇവിടെ കുറച്ച് നേരം വന്നിങ്ങനെ ഇരിക്കും. ചിലപ്പോൾ അസ്തമയം കാണാൻ പോവും. ഇപ്രാവശ്യം അതും പോയില്ല. ഇവിടെ ഇങ്ങനെ കുറേ നേരം ഇരുന്നു കേട്ടോ. ഇടയ്ക്ക് ഇതുപോലെ ഒരു കുഞ്ഞു യാത്ര പോയി വരുമ്പോൾ തന്നെ മനസ്സൊക്കെ നല്ല കാമായിട്ടിരിക്കും കേട്ടോ. നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ചിട്ടുണ്ടായിരുന്ന അതേ സ്ഥലത്ത് ഗൗരിശങ്കർ എന്ന് പറഞ്ഞ ഹോട്ടലിൽ തന്നെയാണ് നമ്മൾ ലഞ്ചും കഴിച്ചത്. ഇഡലിയും സാമ്പാറും വടയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ 11 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. രാത്രി 11 മണിയോടെയാണ് നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയത്.